6% പലിശ. ഈ പദ്ധതിയിൽ ഒരു 41 യൂണിറ്റൊക്കെ 95.13 കോടി രൂപ വായ്പ നൽകി. ഇതിലൂടെ 410 പേർക്ക് പ്രത്യക്ഷമായും 615 പേർക്ക് പരോക്ഷമായും തൊഴിൽ നൽകിയിട്ടുണ്ട്. സാർ, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ലഭ്യമാക്കുന്ന വായ്പ സാർ, സ്പീക്കറെ കാണുന്നില്ല സാർ. സാർ, ഇത് റെക്കോർഡ് വരുന്നല്ലാതെ സാർ പുതിയ പദ്ധതികളും സാർ. ഈ റെക്കോർഡ് വരാൻ വേണ്ടി ഞാൻ പറയാണ്, കേരളത്തിൽ ഒരിക്കലും സാധാരണഗതിയിൽ ഇന്ത്യയിൽ എവിടെയും ചോദ്യ സമയത്ത് ഇങ്ങനെ ബഹളം ഉണ്ടാക്കാറില്ല. ചോദ്യം കഴിഞ്ഞിട്ട് അവർക്ക് ഇത് ഉന്നയിക്കാവുന്നതാണല്ലോ. ചോദ്യ സമയത്ത് ഇത്രയും മോശമായ സമീപനം കാണിക്കുന്നത് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാൻ മറന്നുപോയതുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാൻ മറന്നുപോയി തർക്കമായിരിക്കും. എന്തായാലും ഇത് ശരിയായ രീതിയല്ല. ചോദ്യം എന്ന് പറഞ്ഞാൽ മെമ്പർമാരുടെ അവകാശമാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവരെ ഉപദേശിക്കണം. അങ്ങിങ്ങനെ നിയന്ത്രണമില്ലാതെ ഇവരെ വിടാൻ പാടില്ല, ഉപദേശിക്കേണ്ടതാണ്. ചോദ്യം ഉത്തരവെല്ലാം പറഞ്ഞു കഴിഞ്ഞു സാർ. ശ്രീ പ്രമോദ് നാരായൺ സാർ, സ്പീക്കറെ കാണാൻ കഴിയുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. ചോദ്യം ഇതാണ്: കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് അതിനാധാര ചലനമായി തീരുന്ന സ്റ്റാർട്ടപ്പുകളുടെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിലവിൽ നടപ്പിലാക്കുന്ന പദ്ധതി, സ്റ്റാർട്ടപ്പുകളുടെ തുടക്കത്തിൽ നൽകുന്ന സാമ്പത്തിക പിന്തുണ തന്നെ പ്രധാനമാണ്.